വാഹനം ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കാർ ഓടിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാനും നാവിഗേഷൻ സെറ്റ് ചെയ്യാനും പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ വരുന്ന കാറുകളിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, പ്രത്യേകിച്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. വാങ്ങുമ്പോൾ ടച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അല്ല എങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറി ആയിട്ട് ആൻഡ്രോയിഡ് സെറ്റൊക്കെ തന്നെ കാറിൽ ഫിറ്റ് ചെയ്യാറുമുണ്ട്. ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഗൂഗിൾ മാപ്സ്. അതുപോലെ തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, പാട്ട് കേൾക്കാൻ സാധിക്കും, ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സംവിധാനത്തിലൂടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ സമീപഭാവിയിൽ തന്നെ ഇതും ഒരു കുറ്റകൃത്യമായി കണ്ട് ഫൈൻ അടച്ചു തുടങ്ങേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ചില സ്വകാര്യ ഏജൻസികൾ നടത്തിയ സർവേയിൽ കണ്ടെത്തിയത്, വാഹനം ഓടിക്കുന്ന സമയത്ത് ടച്ച് സ്ക്രീൻ ഉപയോഗിക്കുന്നത് വഴി ഡ്രൈവറുടെ ശ്രദ്ധ 1 സെക്കൻഡിനെങ്കിലും ടച്ച് സ്ക്രീനിലേക്ക് മാറുന്നുണ്ട്. കാരണം ഫിസിക്കൽ ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് എവിടെയാണ് ടച്ച് ചെയ്തത് എന്നറിയാൻ വേണ്ടി ഡ്രൈവർ ഈ സ്ക്രീനിലേക്ക് ശ്രദ്ധ ചെലുപ്പിക്കും. ഈ 1 സെക്കൻഡ് കൊണ്ട് വാഹനം സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 10 മീറ്റർ മുതൽ 20 മീറ്റർ വരെയാണ്. ഒരു അപകടമുണ്ടാവാൻ ഈ 1 സെക്കൻഡിൻ്റെ അശ്രദ്ധ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ കണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കർശന നടപടികൾ സ്വീകരിച്ചു തുടങ്ങും. നമ്മൾ അതിന് കാത്തിരിക്കേണ്ട. ഒരു അപകടം ഒഴിവാക്കാനായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ടച്ച് സ്ക്രീനിൽ അധികം ശ്രദ്ധിക്കാതെ കണ്ടിരിക്കുക. നാവിഗേഷൻ, മാപ്പ് മുതലായവ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വാഹനം റോഡ് സൈഡിലേക്ക് ഒതുക്കിയതിന് ശേഷം സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ സഹയാത്രികരുടെ അടുത്ത് അത് സെറ്റ് ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ വാക്കാൽ പറഞ്ഞു കൊടുക്കുക. ഇനി വോയിസ് ഇൻട്രാക്ഷൻ വഴി പ്രവർത്തിപ്പിക്കുന്ന സംവിധാനങ്ങളും മിക്ക സെറ്റുകളിലും ഉണ്ട്. അതുവഴി ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കാം. ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്